മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര, ദ ബിഗ് സ്റ്റോറി. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പശ്ചിമഘട്ട മലനിരകളിൽ CHR ഉൾപ്പെട്ട പ്രദേശത്ത് നിന്ന് വൻതോതിൽ മരങ്ങൾ മുറിച്ചു കടത്തി. 100 ഏക്കറോളം വരുന്ന പ്രദേശത്ത് നിന്നുമാണ് വൻമരങ്ങൾ മുറിച്ചു കടത്തുകയും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അനധികൃത നിർമ്മാണവും നടത്തിയത്. അനിയന്ത്രിത വിലവർദ്ധനവിനെതിരെ വെളിച്ചെണ്ണ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി. ദേവികുളം RT ഓഫീസിന് മന്ത്രി K രാജൻ ISO സർട്ടിഫിക്കറ്റ് കൈമാറി. കാർഷിക മേഖലയിൽ ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് പൊതുബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ മണ്ണ് പരിശോധന ക്യാമ്പയിനും ഏലം കൃഷിയെക്കുറിച്ച് ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പശ്ചിമഘട്ട മലനിരകളിൽ CHR ഉൾപ്പെട്ട പ്രദേശത്ത് നിന്ന് വൻതോതിൽ മരങ്ങൾ മുറിച്ചു കടത്തി. 100 ഏക്കറോളം വരുന്ന പ്രദേശത്ത് നിന്നുമാണ് വൻമരങ്ങൾ മുറിച്ചു കടത്തുകയും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അനധികൃത നിർമ്മാണവും നടത്തിയത്. സിറ്റി വിഷൻ എക്സ്ക്ലൂസീവ്. അനധികൃത നിർമ്മാണത്തിന് ഉപയോഗിച്ച വാഹനങ്ങൾ വനംവകുപ്പ് പിടിച്ചെടുത്തു. മരം കൊള്ളയും അനധികൃത നിർമ്മാണവും വനംവകുപ്പിന്റെ ഒത്താശയോടെയാണെന്ന ആരോപണം. നിയമങ്ങൾ കാറ്റിൽ പറത്തി പശ്ചിമഘട്ട മലനിരയിലെ CHR ഭൂമിയിൽ അനധികൃത നിർമ്മാണവും വൻ മരം കൊള്ളയുമാണ് നടത്തിയത്. ശാന്തൻപാറ വില്ലേജിൽ പേത്തൊട്ടി താവളത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏലം പുനർകൃഷിയുടെ പേരിൽ CHR ഭൂമിയിൽ നിന്നും മരങ്ങൾ പിഴുതുമാറ്റി അശാസ്ത്രീയമായി മണ്ണിളക്കുകയും മലമുകളിൽ മഴവെള്ള സംഭരണത്തിനായി വലിയ കുഴികൾ നിർമ്മിക്കുകയും ചെയ്തു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടലിനും സാധ്യത നിലനിൽക്കുകയാണ്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഏകദേശം 100 ഏക്കറോളം വരുന്ന പ്രദേശത്തെ മരങ്ങളാണ് പിഴുതുമാറ്റിയത്. ശാന്തൻപാറ വില്ലേജിൽ 217, 227, 230 സർവേ നമ്പറുകളിൽ ഉൾപ്പെടുന്ന 42 ഹെക്ടർ പ്രദേശമാണിത്. പരിസ്ഥിതി ലോല പ്രദേശവും പശ്ചിമഘട്ട മലനിരകളിൽ ഉൾപ്പെടുന്ന മതികെട്ടാൻ ചോലയോട് ചേർന്നുള്ള CHR-ൽ ഉൾപ്പെട്ട പ്രദേശമാണിവിടം. CHR ഭൂമിയിൽ നിന്ന് മരം മുറിക്കുന്നതിന് അനുമതിയില്ലെന്നിരിക്കെയാണ് മരങ്ങൾ മുറിച്ചു കടത്തിയതും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച മരക്കുറ്റികൾ പിഴുതുമാറ്റുകയും ചെയ്തിരിക്കുന്നത്.
സംഭവത്തിൽ വനം വകുപ്പ് നടപടികൾ സ്വീകരിച്ചു. മരങ്ങൾ പിഴുതുമാറ്റുവാൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ കസ്റ്റഡിയിലെടുത്തു. സ്ഥലമുടമയെ കേന്ദ്രീകരിച്ചും പാട്ടകൃഷി കരാറിനെ കുറിച്ചും വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശാന്തൻപാറ വില്ലേജ് അധികൃതരും സ്ഥലം സന്ദർശിച്ച റിപ്പോർട്ട് ഉന്നത അധികാരികൾക്ക് കൈമാറി. അതേസമയം വൻതോതിൽ നടത്തിയിരിക്കുന്ന മരമുറിക്കലിനും അനധികൃത നിർമ്മാണത്തിനും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദമുണ്ടെന്ന ആരോപണവും ഉയരുന്നുണ്ട്. 2 ആഴ്ച മുമ്പ് പേത്തൊട്ടിയിലെ CHR ഭൂമിയിൽ നിന്നും അനധികൃതമായി മരങ്ങൾ വെട്ടിക്കടത്തിയിരുന്നു. ഇത് പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിർത്തി മലനിരയിലെ വൻ അനധികൃത നിർമ്മാണത്തിന്റെയും മരം കൊള്ളയുടെയും വിവരങ്ങൾ പുറത്തു വരുന്നത്. സിറ്റി വിഷൻ പൂപ്പാറ. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സന്ദീപ് രാജക്കാട് ചേരുന്നു. സന്ദീപ്, CHRൽ നിന്ന് മരത്തിന്റെ കൊമ്പ് വെട്ടാൻ വനം വകുപ്പ് അനുവദിക്കില്ല. അവിടെയാണ് അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ അതിർത്തി മലനിരയിൽ കുന്നിടിച്ചും മരങ്ങൾ പിഴുതുമാറ്റിയും നിർമ്മാണം നടത്തുന്നത്. എന്താണ് വനം വകുപ്പ് ഈ കാര്യത്തിൽ പറയുന്നത്? അശ്വതി, ഇക്കാര്യത്തിൽ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഈ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണവും ഒപ്പം തന്നെ മരമുറിക്കലും അടക്കം നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ തന്നെ നടപടികളിലേക്ക് കടന്നു എന്നുള്ള ഒരു കാര്യമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നൊരു വിശദീകരണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. 100 ഏക്കറോളം വരുന്ന ഒരു വലിയ ഭൂപ്രദേശമാണിത്. വളരെ പ്രകൃതി മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ഇവിടം എന്ന് പറയുന്നത്. ആ 100 ഏക്കർ ഇത്ര നാളുകളായി, ഏതാണ്ട് 1 മാസത്തിലധികമായി ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അത് അധികൃതർ അറിഞ്ഞിരുന്നില്ല എന്നത് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ CHR മേഖലയിൽ നിന്ന് ഇപ്പോൾ ഏലത്തോട്ടത്തിനുള്ളിലെ മരങ്ങളുടെ കമ്പ് മുറിക്കാൻ പോലും വനം വകുപ്പ് അനുമതി നൽകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അത്തരം ഗുരുതരമായ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം, അതും JCB ഒക്കെ ഇവിടേക്ക് എത്തിച്ചിട്ട് വലിയ കുളങ്ങൾ നിർമ്മിക്കുന്നു, മഴവെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ കുളങ്ങൾ നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഉണ്ടായിരുന്ന വലിയ വൻമരങ്ങൾ പിഴുതുമാറ്റുകയും അത് മുറിച്ചു കടത്തുകയും ചെയ്തിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അനധികൃതമായ പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കാണേണ്ടത് മതികെട്ടാൻ ദേശീയ ഉദ്യാനത്തോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. ഒപ്പം തന്നെ തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന മലനിരകൾ കൂടിയാണ്. ശാന്തൻപാറ വില്ലേജിലെ വേത്തൊട്ടി താവളത്തിൽ സർവേ നമ്പർ 217, 227, 230 എന്നീ വരുന്ന സർവേ നമ്പറുകളിലായിട്ട് ഏതാണ്ട് 40 ഹെക്ടറിലധികം വരുന്ന പ്രദേശമാണ് ഇത്തരത്തിൽ വൻതോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊന്നും അധികൃതർ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ഉടമയുടെ ഉടമസ്ഥ അവകാശത്തെ സംബന്ധിച്ചും ഒപ്പം തന്നെ പാട്ടക്കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ അന്വേഷിച്ചു വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. റവന്യൂ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ മേഖലയിലെല്ലാം തന്നെ വനം വകുപ്പ് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങളും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഇത്തരം CHR മേഖലയിൽ നിന്നും ഒപ്പം തന്നെ വനമേഖലകളിൽ നിന്നുമൊക്കെ വൻതോതിലുള്ള മരം കൊള്ള നടക്കുന്നു, ഇല്ലെങ്കിൽ അനധികൃത നിർമ്മാണങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമായി കാണേണ്ടതാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പേത്തൊട്ടിയിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ റോഡ് സൈഡിനോട് നിന്നിരുന്ന 1.5 ഏക്കർ സ്ഥലത്തെ വൻമരങ്ങൾ മുറിച്ചു കടത്തിയത്. അതും മരങ്ങൾ ഇവിടെ നിന്ന് മുറിച്ചു കടത്തിയതിനു ശേഷം വനം വകുപ്പ് ഇത് അറിയുന്നു, പരാതികൾ ഉയരുന്നു, ഈ വാർത്തകൾ പുറത്തു വരുന്നു, അപ്പോൾ നടപടിയുമായി രംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുക, ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ചോദിച്ചാൽ ഇത്തരമൊരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്, അത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അടിയന്തരമായി ഇടപെട്ടു, JCB അടക്കം പിടിച്ചെടുത്തു, നടപടികൾ സ്വീകരിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് മാത്രം പോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖല എന്ന് പറയുന്നത് വളരെയധികം മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന, വ്യത്യസ്തമായ കാലാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്, ഭൂപ്രദേശമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഏലം കൃഷി ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻമരങ്ങളൊക്കെ നീക്കം ചെയ്ത് ഏലം കൃഷി പുനരാരംഭിക്കുന്നതിന് വേണ്ടി എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. കാരണം റിസോർട്ട് മാഫിയ ഇല്ലെങ്കിൽ ഭൂമാഫിയയുടെ ഒരു കടന്നുകയറ്റത്തിന്റെ ഭാഗമാണോ ഈ ടൂറിസം മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ ടൂറിസം സാധ്യത ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തുന്നതിന്റെ തുടക്കമാണോ ഇത് എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം വലിയ നിയന്ത്രണങ്ങൾ, ഇടുക്കിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മേൽ വലിയ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന അധികൃതർ ഇവിടെ ഉള്ളപ്പോഴാണ് അതേ അധികൃതർ കണ്ണടച്ചിരുട്ടാക്കുമ്പോൾ ഇത്തരം അനധികൃത പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നത്. ഇതിനെതിരെ കർശനമായ നടപടി ഉണ്ടാകണം. അന്വേഷണം
അന്വേഷണം ഉണ്ടാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി ഉയരുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മൾ ഈ വാർത്തയുടെ ഫോളോ അപ്പുമായി മുമ്പോട്ട് പോകും. ഇതിന്റെ പിന്നാമ്പുറത്തുള്ള കഥകൾ തേടി നമ്മൾ ഇനിയും യാത്ര തുടരും. എന്തായിരുന്നാലും വലിയ രീതിയിലുള്ള ഒരു അനധികൃത നിർമ്മാണത്തിന്റെയും മരം കൊള്ളയുടെയും വിവരമാണ് ഇപ്പോൾ നമ്മൾ സിറ്റി വിഷനിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അശ്വതി. നന്ദി സന്ദീപ്. വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു സന്ദീപ് രാജക്കാട്. മറ്റു വാർത്തകളിലേക്ക്. അനിയന്ത്രിത വിലവർദ്ധനവിനെതിരെ വെളിച്ചെണ്ണ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി. അനിയന്ത്രിതമായ വിലവർദ്ധനവിലൂടെ ജനജീവിതം ദുസ്സഹമാക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ വെളിച്ചെണ്ണ പ്രതിഷേധ സമരം നടത്തി. മുൻ DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിലക്കയറ്റം രേഖപ്പെടുത്തിയ ഗവൺമെന്റായി പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറിയെന്നും ക്രമാതീതമായി വർദ്ധിച്ചുവരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സർക്കാർ തയ്യാറാകണമെന്നും ഈ ഗവൺമെന്റ് കൊണ്ട് ജനങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ ഇടതുപക്ഷ നേതാക്കൾക്ക് പോലും കഴിയുന്നില്ല. അധികാരത്തിന്റെ അവസാന കാലത്തേക്ക് പോകുന്ന ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്തെങ്കിലും ആശ്വാസ നടപടികളിലൂടെയോ ബജറ്റിലൂടെയോ വിപണിയിൽ ശക്തമായ ഇടപെടൽ നടത്താൻ ശ്രമിക്കാറുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇടതും വലുതുമായ ഗവൺമെന്റുകൾ ഇങ്ങനെയുള്ള നന്മയുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നും പക്ഷേ 9 വർഷമായി അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിന് ഇതിന് ഈ നിമിഷം വരെ സാധിച്ചിട്ടില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. ഈ ഗവൺമെന്റിനെ കൊണ്ട് ജനങ്ങൾക്കുള്ള ഉപകാരം എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഇടതുപക്ഷത്തിന്റെയോ നേതാക്കന്മാർക്ക് കഴിയുന്നുണ്ടോ? അധികാരത്തിന്റെ അവസാന പാദത്തിലേക്ക് പോകുന്ന ഒരു ഗവൺമെന്റ് സാധാരണഗതിയിൽ അടുത്ത തെരഞ്ഞെടുപ്പിനെയൊക്കെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ ആശ്വാസ നടപടികളൊക്കെ പലപ്പോഴും ഇത്തരത്തിൽ ബഡ്ജറ്റിലൂടെയോ അല്ലെങ്കിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PP റഹീം അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ഷാജി പൈനാടത്ത്, സിറിയക് തോമസ്, റോബിൻ കാരക്കാട്ട്, ബിജു ദാനിയൽ, ബിജു നടുപുറം, പ്രസാദ് മാണി, മണിമേഖല, സനൂപ് സ്കറിയ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ കുമളി. ദേവികുളം RT ഓഫീസിന് മന്ത്രി K രാജൻ ISO സർട്ടിഫിക്കറ്റ് കൈമാറി. ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം RT ഓഫീസ് മാറി. ദേവികുളം RD ഓഫീസിൽ വെച്ചായിരുന്നു ചടങ്ങ് നടന്നത്. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ദേവികുളം RD ഓഫീസിലെത്തി ISO സർട്ടിഫിക്കറ്റ് കൈമാറി. സബ് കളക്ടർ VM ജയകൃഷ്ണൻ മന്ത്രിയിൽ നിന്നും സർട്ടിഫിക്കറ്റ് കൈപ്പറ്റി. ഓഫീസിലെ ജീവനക്കാരെ മന്ത്രി അഭിനന്ദിച്ചു. സബ് കളക്ടർ VM ജയകൃഷ്ണന്റെയും മറ്റ് ജീവനക്കാരുടെയും മികച്ച പ്രവർത്തനത്തിന്റെ ഫലമായാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് മന്ത്രി പറഞ്ഞു. RD ഓഫീസുകൾക്കൊന്നും അങ്ങനെ ISO സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. കേരളത്തിൽ തന്നെ ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്ന ആദ്യത്തെ RD ഓഫീസും നിങ്ങളുടേതായിരിക്കും. സബ് കളക്ടർ മാത്രം വിചാരിച്ചുകൊണ്ടാകില്ല. ഈ സബ് കളക്ടർ ഓഫീസിലെ എല്ലാ ജീവനക്കാരും ഒന്നിനൊന്ന് കൈയോട് മെയ് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ റവന്യൂ ടീമിന് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള എല്ലാ അഭിനന്ദനങ്ങളും നേരുകയാണ്. ജില്ലയിൽ റവന്യൂ വകുപ്പിൽ ആദ്യമായി IASO സർട്ടിഫിക്കറ്റ് നേടിയ ഓഫീസായി ദേവികുളം RD ഓഫീസ് മാറി. സിറ്റി വിഷൻ മൂന്നാർ. കാർഷിക മേഖലയിൽ ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് പൊതുബോധം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെ മണ്ണ് പരിശോധന ക്യാമ്പയിനും ഏലം കൃഷിയെക്കുറിച്ച് ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. സംസ്ഥാന മണ്ണ് പര്യവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പിന്റെയും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി നടന്നത്. മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം കർഷകരിലേക്ക് കൂടുതൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ നിർവഹിച്ചു. മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് മണ്ണിന്റെ പരിശോധന ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കണമെന്ന് അറിയിക്കുകയും അവരെ കാണാൻ വന്നപ്പോൾ നമുക്കന്നാല് ഇതെല്ലാം കൂടെ ഒരു മുടക്കുകയില്ല. കാർഷിക സെമിനാറും പ്രത്യേകിച്ചും ഏലം മേഖലയിലുള്ള കർഷകരുടെ അവർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെ വെള്ളത്തൂവൽ കൃഷി ഓഫീസർ പ്രിയ പീറ്റർ വിഷയാവതരണം നടത്തി. ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ശാസ്ത്രജ്ഞ മഞ്ജു ജിൻസി വർഗീസും
ഏലകൃഷിയും വളപ്രയോഗവും എന്ന വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം ശാസ്ത്രജ്ഞൻ എസ് സുധാകറും ക്ലാസ് എടുത്തു. പരിപാടിയിൽ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് അംഗം RC ഷാജൻ അധ്യക്ഷത വഹിച്ചു. മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ വി ജസ്റ്റിൻ, പഞ്ചായത്ത് അംഗങ്ങളായ F രാജ, ഷൈനി സിബിച്ചൻ, പള്ളിവാസൽ കൃഷി ഓഫീസർ ബെന്നി വർഗീസ് എന്നിവർ സംസാരിച്ചു. നിരവധി കർഷകർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ, കണ്ടിട്ടും കാണാത്ത അധികൃതർ, തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോറി. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം. വീണ്ടും വാർത്തകളിലേക്ക്. ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഭക്തിപൂർവ്വം നടത്തിവരുന്ന കർക്കിടക മാസത്തിലെ രാമായണ പാരായണവും വിശേഷാൽ പൂജകളും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. 24-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 6 മണി മുതൽ ബലിതർപ്പണം ക്ഷേത്രക്കടവിൽ നടത്തപ്പെടുന്നതുമാണ്. അന്നേ ദിവസം ക്ഷേത്രത്തിൽ പിതൃപൂജയും പിതൃനമസ്കാര പൂജയും മറ്റ് വഴിപാടുകളും നടത്തപ്പെടും. മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, പിതൃനമസ്കാര പൂജകൾ, രാമായണ പാരായണം എന്നിവയോടുകൂടി എല്ലാ വർഷവും ആഘോഷപരമായിട്ടാണ് നടത്തുന്നത്. ഈ വർഷവും അതുതന്നെ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. 24-ാം തീയതി കർക്കിടക വാവാണ്. അന്ന് ബലിതർപ്പണത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ കടവിൽ പെരിയാറിൻ്റെ കൈവഴിയായ ഏലപ്പാറയിലെ ആറിൻ്റെ തീരത്ത് ക്ഷേത്രക്കടവിലായിട്ട് ബലിതർപ്പണം നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ വിപുലമായ നിലയിൽ ബലിതർപ്പണം നടത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളും. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബാലസഭാ സംഗമവും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉണർവ് 2025 എന്ന പേരിലായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബാലസഭാ സംഗമവും കലാമത്സരങ്ങളും സംഘടിപ്പിച്ചത്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രേഖ രാധാകൃഷ്ണൻ ഉദ്ഘാടന പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നടത്താറുള്ള ഒരു സംഗമമാണ്. അതുപോലെ നമ്മൾ ഈ വർഷവും ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്. ഈ പ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി 1 ലക്ഷം രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നിങ്ങളിലുള്ള കലകൾ പുറത്തിറക്കുന്നതിന് വേണ്ടി ഒരു വേദിയായി കൂടിയാണ്. ഗ്രാമപഞ്ചായത്ത് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം CD ഷാജി, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ICDS സൂപ്പർവൈസർ KK സീനത്ത്, CDS ചെയർപേഴ്സൺ ജിഷ സന്തോഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. സിറ്റി വിഷൻ, അടിമാലി. ബാലസംഘം വില്ലേജ് കൺവെൻഷൻ നടന്നു. ബാലസംഘം ഉപ്പുതറ വില്ലേജ് കൺവെൻഷൻ ഉപ്പുതറ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്നു. ബാലസംഘം ഏലപ്പാറ ഏരിയ സെക്രട്ടറി അഭിറാം മനോജ് ഉദ്ഘാടനം ചെയ്തു. പാർവതി പ്രസാദ് അധ്യക്ഷയായി. കുട്ടികൾ അരാഷ്ട്രീയവാദികളാകാതെ നേതൃത്വത്തിലേക്ക് കടന്നുവരാനുള്ള ചാലക ശക്തിയാണ് ബാലസംഘം എന്നും ലോകത്ത് നടക്കുന്ന എല്ലാ സംഭവങ്ങളും ചർച്ച ചെയ്യാനുള്ള ഇടമായി ബാലസംഘം വേദികൾ മാറണമെന്നും പഠനത്തോടൊപ്പം നേതൃപാഠവുമുള്ള തലമുറയായി മാറണമെന്നും അഭിറാം പറഞ്ഞു. K കലേഷ് കുമാർ, ഷിജോ ഫിലിപ്പ്, സിജോ TK, ഷിജോ ചാണ്ടി, അനന്യ ആന്റണി, സനൂസ് അലി എന്നിവർ പ്രസംഗിച്ചു. കർക്കിടക വാവ് ദിനത്തിൽ പിതൃതർപ്പണത്തിനൊരുങ്ങി ചരിത്രപ്രസിദ്ധ പുണ്യപുരാതന ക്ഷേത്രമായ പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കർക്കിടക വാവ് ദിനത്തിൽ ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുന്ന വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ബലിതർപ്പണത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നതായി ക്ഷേത്രം ഭരണസമിതി അംഗങ്ങൾ. മുന്നൊരുക്കങ്ങളുടെ ഭാഗമായുള്ള യോഗം ക്ഷേത്രം ഗംഗോത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു.
കർക്കിടകവാവ് ദിനത്തിൽ പിതൃക്കൾക്ക് ബലിതർപ്പണം ചെയ്യുന്നതിലൂടെ അവർക്ക് ആത്മശാന്തി ലഭ്യമാകുന്നു എന്ന ഹൈന്ദവ വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് കർക്കിടകവാവ് ബലിതർപ്പണത്തിന് നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ക്ഷേത്രമാണ് ശബരിമലയുടെ ചരിത്രവുമായി ബന്ധമുള്ള പൂഞ്ഞാർ കോയിക്കൽ ദേവസ്വം വക വണ്ടിപ്പെരിയാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. കർക്കിടകവാവ് ദിനത്തിൽ ബലിതർപ്പണത്തിനായി തോട്ടമേഖലയായ പീരുമേടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. നൂറ്റാണ്ട് പഴക്കമുള്ള പിതൃതർപ്പണ വിശ്വാസത്തെ നിലനിർത്തി ഇത്തവണയും ഭക്തർക്ക് ബലിതർപ്പണത്തിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായാണ് ക്ഷേത്രം ഭരണസമിതിയുടെ യോഗം ക്ഷേത്രം ഗംഗോത്രി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി അനുമോൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. മാതൃസംഘം പ്രസിഡന്റ് ജയാജിജി സ്വാഗതം ആശംസിച്ചു. ഭരണസമിതി പ്രസിഡന്റ് കെ രാജു യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കാരണം ഇന്ന് നമ്മൾ ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താനാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ താഴെയായിരുന്നു പന്തലിട്ട് വെച്ചിരുന്നത്. അവിടെ പ്രാവശ്യം ഇടാൻ പറ്റാത്തൊരു സാഹചര്യം, ഭയങ്കര ചെളിയാണ്. വരുന്നവർക്ക് ബലിയിടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ക്ഷേത്രം മാനേജർ പ്രതീഷ് കാർത്തികേയൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ക്ഷേത്രം ഗംഗോത്രി ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പിതൃബലിതർപ്പണം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യ വിഭാഗം എന്നിവരുടെ സേവനം ലഭ്യമാക്കും. കർക്കിടകവാവ് ദിന പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ക്ഷേത്ര മേൽശാന്തി ജയശങ്കർ പി നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തിരുവല്ല പായിപ്പാട് ശശികുമാർ വെട്ടിത്തുരുത്തിൽ കർമ്മിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാവും ബലിതർപ്പണം നടത്തുക. ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങളായ മാരിയപ്പൻ, അയ്യപ്പൻ, മാതൃസമിതി സെക്രട്ടറി ധന്യ കാർത്തികേയൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. സിറ്റി വിഷൻ, വണ്ടിപ്പെരിയാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പശ്ചിമഘട്ട മലനിരകളിൽ CHR ഉൾപ്പെട്ട പ്രദേശത്ത് നിന്ന് വൻതോതിൽ മരങ്ങൾ മുറിച്ചു കടത്തി. 100 ഏക്കറോളം വരുന്ന പ്രദേശത്ത് നിന്നുമാണ് വൻമരങ്ങൾ മുറിച്ചു കടത്തുകയും മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് അനധികൃത നിർമ്മാണവും നടത്തിയത്. അനിയന്ത്രിത വിലവർദ്ധനവിനെതിരെ വെളിച്ചെണ്ണ പ്രതിഷേധ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റി. ദേവികുളം RT ഓഫീസിന് മന്ത്രി കെ രാജൻ ISO സർട്ടിഫിക്കറ്റ് കൈമാറി. കാർഷിക മേഖലയിൽ ശാസ്ത്രീയ മണ്ണ് പരിശോധനയുടെ ആവശ്യകതയെക്കുറിച്ച് പൊതുബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ മണ്ണ് പരിശോധന ക്യാമ്പയിനും ഏലം കൃഷിയെക്കുറിച്ച് ഏകദിന സെമിനാറും സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്. SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്.